നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് ഇത്രയും കാലം നമ്മളൊക്കെ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ടും നമുക്കറിയാത്തൊരു സെറ്റിങ്സ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ്. കാരണം നമ്മളൊക്കെ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഗൂഗിൾ ക്രോമിനകത്ത് പല സെറ്റിങ്സുകളും നമുക്കറിയില്ല. എന്നാൽ ചില സെറ്റിങ്സുകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പല ആളുകളും പരിചയപ്പെടുത്താത്തൊരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഗൂഗിൾ ക്രോമിനകത്തുള്ള ആ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നിങ്ങൾ മുകളിലോട്ട് നോക്കുക. ഇവിടെ ഒരുപാട് തൊട്ടടുത്തൊരു ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതാ ഈ കാണുന്ന ബോക്സ്, ഈ 59 എഴുതിയിട്ടുണ്ടാവും. ഈ ബോക്സിനകത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത്, ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് 59 ടാബുകൾ ഓപ്പൺ ആയി കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിനകത്ത്, നമ്മുടെ ഗൂഗിളിനകത്ത് നിങ്ങൾ ഓരോ സമയവും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസുകളും ഇതുപോലെ ഓരോ ടാബുകളായിട്ട് കിടക്കും. ഇത് കൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിനകത്ത് ആ ടാബ് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന കാരണം നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ എന്ത് കാര്യം സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസുകൾ വളരെ വേഗത്തിൽ ഓപ്പണായിട്ട് കിട്ടില്ല. അതായത് ഇത്തരത്തിൽ ടാബുകൾ ഓപ്പണായി കിടക്കുന്ന കാരണം നിങ്ങൾ ഓരോ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും വളരെ ലോഡായിട്ട്, കാരണം ഈ വെബ്സൈറ്റുകൾ, ടാബിൽ കിടക്കുന്ന വെബ്സൈറ്റുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുകയും നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് കൃത്യമായി ഓപ്പൺ ചെയ്യാതിരിക്കുകയും ചെയ്യും. കാരണം വളരെ സമയമെടുത്ത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കാതെ സ്ലോ ആയിട്ടായിരിക്കും ഓപ്പൺ ആകുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഒരു ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ വരുന്ന ലാഗിന് പ്രധാനപ്പെട്ട കാരണം ഈ ടാബുകളാണ്. നിങ്ങൾ ചെയ്യേണ്ട, ഈ ടാബുകൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വലതുഭാഗത്ത് ഒരു 3 ഡോട്ട് കാണും. നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഒരു 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ടാബ്സ് ആൻഡ് ടാബ് ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഏറ്റവും മുകളിൽ മൂവ് ടു ഇൻആക്റ്റീവ് സെക്ഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും. ഇത് ഇവിടെ ഓൾറെഡി 21 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ടാബുകളും ഇൻആക്റ്റീവ് ആകുന്നതാണ്. ഗൂഗിൾ ക്രോമിനകത്തൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 21 ദിവസം അത് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ വെബ്സൈറ്റ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും നമ്മുടെ ടാബിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 21 ദിവസം ഒരു വെബ്സൈറ്റ് കിടന്നാൽ നമ്മൾ ആ 21 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലും നിങ്ങളുടെ ഇൻ്റർനെറ്റ് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കാതെ വളരെ സ്ലോ ആയിട്ട്, സ്പീഡില്ലാതെ, ലാഗായിട്ട് വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 21 ദിവസം എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ 7 ഡേയ്സ് എന്നുള്ളത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. 7 ദിവസം വരെ വേണമെങ്കിൽ അവിടെ കിടന്നോട്ടെ. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത വെബ്സൈറ്റ് വീണ്ടും കിട്ടണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്താൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ നെവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അത് തീരെ സേവ് ആകില്ല. അത് വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആഫ്റ്റർ 7 ഡേയ്സ് എന്നാണ്. 7 ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ഇൻആക്റ്റീവായിട്ട് പോയിക്കോട്ടെ. 21 ദിവസമൊക്കെ നമ്മൾ അതിലൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ സ്റ്റോറേജും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റൺ ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റുകൾ കൃത്യമായി ഓപ്പൺ ചെയ്യാതെ വരും. അതുകൊണ്ട് 7 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെ ആർക്കൈവ് ഡ്യൂപ്ലിക്കേറ്റ് ടാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ടാബുകൾ, നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ടാബുകൾ, അത്തരത്തിൽ അതിൻ്റെ എല്ലാ ഡ്യൂപ്ലിക്കേറ്റുകളും ആർക്കൈവിലേക്ക് നീക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ആവശ്യമില്ല, നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ മൂന്നാമത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ഇൻആക്റ്റീവ് ടാബ് ഐറ്റംസ് എന്നാണ്. താഴെ വായിച്ചു നോക്കിയാൽ അറിയാം, ഇൻആക്റ്റീവ് ടാബ്സ് ആൻഡ് ഗ്രൂപ്പ് വിൽ ബി ക്ലോസ് ആഫ്റ്റർ 3 months. 3 മാസത്തിന് ശേഷമുള്ള എല്ലാ ഇൻആക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാതിരിക്കുന്ന എല്ലാ ടാബുകളും നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനോ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ 3 മാസമായി കഴിഞ്ഞാൽ എല്ലാം ഇൻആക്റ്റീവ് ആയതും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഇനി ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് 3 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആയി പോയിക്കോളും. അതും എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട സെറ്റിങ്സുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.